നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് നടത്തി. വീണ്ടെടുപ്പ് സാഹിത്യ കൂട്ടായ്മ ബാലചന്ദ്രൻ വടക്കേടത്ത് സ്മൃതി സാഹിത്യ പുരസ്കാര വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. പട്ടികജാതി സംവരണ സീറ്റുകൾ നിഷേധിച്ചതിനെതിരെ വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ യോഗം നടത്തി. വാർത്തകൾ വിശദമായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുടൻ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, ബ്ലോക്ക് മെമ്പർമാരായ ബിജോഷ് ആനന്ദൻ, ജുബി പ്രദീപ്, പഞ്ചായത്ത് അംഗങ്ങളായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, PV സെന്തിൽകുമാർ, സുരേഷ് ഇയാനി, ഗ്രീഷ്മ സുഖിലേഷ്, ഐഷാബി അബ്ദുൾ ജബ്ബാർ, പഞ്ചായത്ത് സെക്രട്ടറി J ഹേമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന് അംഗനവാടികൾക്ക് സ്ഥലം വിട്ടു നൽകിയ മുഹമ്മദ് അലി കൊപ്പറമ്പിൽ, പ്രദേശ് മഹിളാ സമാജം ഭാരവാഹികളായ ചന്ദ്രവല്ലി ശിവൻ, ഉത്പലാക്ഷി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് പ്രത്യേക സ്നേഹോപഹാരം ചടങ്ങിൽ നൽകി. ആമുഖ അവതരണം KC സാബിറ നിർവഹിച്ചു. അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം ഭിന്നശേഷി അസോസിയേഷൻ ലീഡറായ ലീന ജോസ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും വികസന നേട്ടങ്ങൾ വീഡിയോ പ്രദർശനവും നടന്നു. കുടുംബശ്രീ, അംഗൻവാടി വർക്കേഴ്സ്, കൃഷിക്കൂട്ടങ്ങൾ എന്നിവരുടെ വിവിധങ്ങളായ സ്റ്റാളുകളും ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ത്രിതല പഞ്ചായത്തിൻ്റെ അധികാരം തീരുന്നതിന് മുമ്പായി അതിൻ്റെ കല്ലിടൽ കർമ്മം അടുത്ത ദിവസം തന്നെ നടത്താനുള്ള ആലോചന കിട്ടിയിട്ടുണ്ട്. പ്രകാരം അടുത്ത ദിവസം തന്നെ അത് കല്ലിടും. പിന്നെ നമുക്കുള്ളത് തുപ്പയാർ പാലം നിർമ്മാണമാണ്. 28 കോടി രൂപയുടെ വികസനമാണ്. അതിന് 2 സൈഡിലും പാലം പണി ആരംഭിക്കുന്നതിന് ആവശ്യമായ സ്ഥലം വാങ്ങിച്ചിട്ടും അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ ദേശീയപാത വാടാനപ്പള്ളി ഇടശ്ശേരി സെന്ററിന് തെക്ക് ഭാഗത്ത് നാഷണൽ പെർമിറ്റ് ലോറിയും പിക്കപ്പും കൂട്ടിയിടിച്ചു. അപകടത്തിൽ വാൻ ഡ്രൈവർ വാടാനപ്പള്ളി ഇടശ്ശേരി സ്വദേശി പുളിപ്പറമ്പിൽ വീട്ടിൽ മനോജിന് ഗുരുതര പരിക്കേറ്റു. അദ്ദേഹത്തെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലയൺസ് ക്ലബിന്റെ കാരുണ്യം പദ്ധതിയുടെ ഭാഗമായി പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ളവരുടെ വീടുകളിലേക്ക് തൃപ്പയാർ ലയൺസ് ക്ലബ് എയർ ബെഡുകൾ നൽകി. തൃപ്പയാർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് PK ഏകലവ്യൻ, സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, P മാധവമേനോൻ, VS വ്യാസബാബു, സുധീർ കാരാട്ടുപറമ്പിൽ, ഷിജു കാരണയിൽ, ബിന്ദു സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് യൂണിയൻ CATU കാഞ്ഞാണി യൂണിറ്റ് അംഗത്വ വിതരണം നടത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടറി PK പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. TI ചാക്കോ, CF ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ശ്രീ തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിൽ തുലാമാസ വാവുബലി തർപ്പണം നടത്തി. ക്ഷേത്രം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിലഹോമം നടന്നു. ബലിതർപ്പണത്തിന് രമേശൻ ശാന്തി കാർമ്മികത്വം വഹിച്ചു. ബലിതർപ്പണത്തിനെത്തിയ ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ദേവസ്വം ഒരുക്കിയിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ ഗിരീഷ് മാത്തുക്കാട്ടിൽ, പ്രദീപ് കരിപ്പാടത്ത്, പ്രവീൺ ചെറുകര, ദിനേശ് പേക്കാരകത്ത്, സുനിൽ തൃപ്പുണത്ത്, രാഗി പ്രകാശൻ, നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഗൗരി മായൂരവർദ്ധനം ശ്രീ വാഞ്ച കാശി ക്ഷേത്ര സമാനശ ഓ അദസി പുഷ്പ സംകാശം കാരണോപുര ശോഭിതം യേ നമശന്തി ഗോവിന്ദം നദ്ദേശ വിദ്വദേ ഫലം ഓ അനാധി നിധനോ ദേവ ശംഖുചക്ര യഥാധര അക്ഷയ പുണ്ടരീകാക്ഷ പിതൃമോക്ഷ പ്രദോഭവ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ.
ബാംഗ്ലൂരിൽ നടന്ന ബോക്സിംഗ് മിക്സഡ് മാർഷൽ ആർട്ട് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ വാടാനപ്പള്ളി സ്വദേശി തെസ്ലിം സ്വർണ്ണ മെഡൽ നേടി. കേരളത്തിന് വേണ്ടിയാണ് തെസ്ലിം മത്സരിച്ച് ഒന്നാം സ്ഥാനം നേടിയത്. മുസ്ലിം വീട്ടിൽ മുഹമ്മദ് മോൻ സജീന ദമ്പതികളുടെ മകനാണ് തെസ്ലിം. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. വീട്ടിൽ ഇലക്ട്രിക്കൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇലക്ട്രീഷ്യന് പരിക്കേറ്റു. പെരിഞ്ഞനം സുജിത്ത് സ്വദേശി കദളിക്കാട്ടിൽ രാജനാണ് പരിക്കേറ്റത്. ഇയാളെ ഇരിങ്ങാലക്കുടയിലെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ട് 4:30യോടെയായിരുന്നു അപകടം. വഞ്ചിപ്പുര സ്വദേശി പേളയിൽ ജമാലുവിൻ്റെ വീടിന് മുകളിലേക്കാണ് അടുത്തുള്ള പറമ്പിലെ തെങ്ങ് കടപുഴകി വീണത്. ഓടുമേഞ്ഞ വീടിൻ്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചുവരാം. CCSIT തളിക്കുളം കോളേജിൽ MCA വിഭാഗത്തിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിക്കും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും അനുമോദനവും വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യ അതിഥിയായിരുന്നു. ചടങ്ങിൽ 2ാം റാങ്ക് നേടിയ ദേവിക KV, ഉന്നത വിജയം കരസ്ഥമാക്കിയ രേഷ്മ KR, സുരാഗ് MS, ഷാഹിദുൽ ഹക്ക്, ലിബി RS എന്നിവരെ അനുമോദനവും വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും നൽകി ആദരിച്ചു. CCSIT അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജിശാന്ത് MG, PTA വൈസ് പ്രസിഡന്റ് ഗ്രേസി റോയ്, അസോസിയേറ്റ് കോർഡിനേറ്റർ വിദ്യ V, PTA സെക്രട്ടറി സന VM എന്നിവർ സംസാരിച്ചു. നമുക്കൊക്കെ സന്തോഷം, പുറത്തുനിന്ന് നിൽക്കുന്നവർക്കൊക്കെ സന്തോഷം നൽകുന്ന, ഇവിടെ അകത്തുള്ളവർക്ക് സന്തോഷത്തോടൊപ്പം അഭിമാനവും നൽകുന്ന ഒരു ചടങ്ങാണ്. ഇവിടെ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അവരെല്ലാവരെയും ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. അതോടൊപ്പം അവരെ മാത്രമല്ല അഭിനന്ദിക്കേണ്ടത് എന്ന് എനിക്ക് നല്ല ബോധ്യം. അവരുടെ രക്ഷിതാക്കളുണ്ട്, അല്ലെങ്കിൽ വളരെ മക്കൾക്ക് വേണ്ടി എന്തും രക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന രക്ഷിതാക്കളാണ്. ഇവർ മാത്രമല്ല, നമ്മുടെ സമൂഹം, കേരളീയ സമൂഹം വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹം. നാട്ടിക പള്ളം ബ്രദേഴ്സ് ക്ലബിന്റെ 35ാമത് വാർഷികവും ദീപാവലി വാവു മഹോത്സവവും 4 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ പള്ളം നഗറിൽ അരങ്ങേറി.
സമാപന ദിവസമായ വാവുദിനത്തിൽ വൈകിട്ട് വർണ്ണശബളമായ ഘോഷയാത്ര നാട്ടിക ബീച്ച് KMUP സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച് പള്ളം നഗറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങ് BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. അതിഗംഭീരമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളം ബ്രദേഴ്സും കഴിഞ്ഞ 35 വർഷമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ ഗ്രാമത്തിൽ എല്ലാ മനസ്സുകളെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഇഴബന്ധം സൃഷ്ടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ദീപാവലി ആഘോഷം നടത്തുന്നു എന്നുള്ളത് അറിഞ്ഞത് വലിയ സന്തോഷമുണ്ട്. ഏവർക്കും ദീപാവലിയുടെ ആശംസകൾ നേരുകയാണ്. വരും നാളുകളിൽ നാട്ടികയിൽ പ്രിയപ്പെട്ട സെന്തിലും സഹപ്രവർത്തകരും നടത്തുന്ന വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് അടുത്ത ദീപാവലി സാക്ഷ്യം വഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പള്ളം ബ്രദേഴ്സ് ക്ലബ് പ്രസിഡന്റ് ഷിതീഷ് ചെമ്പിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ക്ലബ് ജനറൽ സെക്രട്ടറി ആഘോഷ് NP, BJP തൃശൂർ സിറ്റി ജില്ലാ സെക്രട്ടറി സജിനി മുരളി, ക്ലബ് രക്ഷാധികാരിയും BJP സംസ്ഥാന കൗൺസിൽ അംഗവുമായ AK ചന്ദ്രശേഖരൻ, നാട്ടിക പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പറും ക്ലബ് അംഗവുമായ PV സെന്തിൽകുമാർ, സത്യരാജ് AV, ക്ലബ് ട്രഷറർ ഗോപകുമാർ AG എന്നിവർ സംസാരിച്ചു. തുടർന്ന് തൃശൂർ കലാസദന്റെ ഗാനമേളയും അരങ്ങേറി. എഴുത്തിലും വ്യക്തിജീവിതത്തിലും കലഹത്തെ സർഗാത്മകമാക്കിയ വിമർശകനായിരുന്നു ബാലചന്ദ്രൻ വടക്കേടത്തെന്ന് സാഹിത്യ നിരൂപകനും സമസ്ത കേരള സാഹിത്യ പരിഷത്ത് സെക്രട്ടറിയുമായ നെടുമുടി ഹരികുമാർ അഭിപ്രായപ്പെട്ടു. വീണ്ടെടുപ്പ് സാഹിത്യ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വലപ്പാട് ഏങ്ങൂർ ശ്രീ ഭുവനേശ്വരി ക്ഷേത്ര ഹാളിൽ സംഘടിപ്പിച്ച പ്രഥമ ബാലചന്ദ്രൻ വടക്കേടത്ത് സ്മൃതി സാഹിത്യ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരൂപണത്തിൻ്റെ പ്രഭാവം സൂക്ഷിച്ച കാലത്ത് ഈ രംഗത്ത് സജീവമായി ഇടപെട്ട 2 പേരാണ് ബാലചന്ദ്രൻ വടക്കേടത്തും MK ഹരികുമാറുമെന്ന് നോവലിസ്റ്റ് UK കുമാരൻ അഭിപ്രായപ്പെട്ടു. മുഖം നോക്കാതെ സത്യം വിളിച്ചു പറയുന്ന ജ്വലനശേഷിയുള്ള വാക്കുകളാണ് ഇവരുടെ 2 പേരുടെയുമെന്ന് എഴുത്തിൽ കക്ഷി രാഷ്ട്രീയം പുലർത്തുന്നവരല്ല ഇരുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കവിയും വീണ്ടെടുപ്പ് ചെയർമാനുമായ K ദിനേശ് രാജ അധ്യക്ഷത വഹിച്ചു. പ്രഥമ വീണ്ടെടുപ്പ് ബാലചന്ദ്രൻ വടക്കേടത്ത് സ്മൃതി സാഹിത്യ പുരസ്കാരങ്ങളും പ്രശസ്തി പത്രങ്ങളും പൊന്നാടകളും UK കുമാരൻ, സാഹിത്യ നിരൂപകൻ MK ഹരികുമാറിനും കവയിത്രി നോമി കൃഷ്ണയ്ക്കും സമ്മാനിച്ചു. എഴുത്തുകാരി ഡോക്ടർ P സരസ്വതി മുഖ്യ അനുസ്മരണ പ്രസംഗം നടത്തി. ആർട്ടിസ്റ്റ് രവീന്ദ്രൻ മലപ്പാട്, സാഹിത്യ നിരൂപകൻ MD ചന്ദ്രമോഹൻ, കളിമണ്ഡലം ചെയർമാൻ സദു ഏങ്ങൂർ, ഷിലിൻ പൊയ്യാറ, ജോസ് താടിക്കാരൻ എന്നിവർ സംസാരിച്ചു. ആധുനിക സാഹിത്യത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ മറ്റു തരത്തിലുള്ള രചനകളൊക്കെ എഴുതുന്നത്. ഓരോ ആധുനികത, ഉത്തരാധുനികത, ഈ സത്യാനന്തര കാലഘട്ടത്തെ കുറിച്ച് വരെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാചീന സാഹിത്യത്തിൽ എത്രമാത്രം അഗാധമായ അവഗാഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ ഈ അർത്ഥങ്ങളുടെ കലഹവും അതുപോലെ തന്നെ ആനന്ദമീമാംസയിൽ കുറേയൊക്കെയുള്ള പുസ്തകങ്ങൾ വളരെയേറെ വാക്കിന്റെ ഉപനിഷത്ത്. തൃപ്പയാർ NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വാർഷിക സ്പോർട്സ് മീറ്റിന് തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സ്പോർട്സ് മീറ്റ് NES കോളേജ് ഗ്രൗണ്ടിലും വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിലുമായിട്ടാണ് നടക്കുന്നത്. വോളിബോൾ, ഹൈജംപ് എന്നീ മത്സരങ്ങളാണ് 1ാം ദിവസം നടന്നത്. NES ചെയർമാൻ ശിവൻ കണ്ണോളി മത്സരാർത്ഥികൾക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. കായികാധ്യാപകൻ V ശശിധരൻ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി.
വലപ്പാട് പഞ്ചായത്തിലെ പട്ടികജാതി വികസന ഫണ്ട് വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അർഹതപ്പെട്ട പട്ടികജാതി സംവരണ സീറ്റുകൾ നിഷേധിച്ച ഇടത് സർക്കാർ നടപടിക്കെതിരെ വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ യോഗം നടത്തി. വലപ്പാട് ചന്തപ്പടിയിൽ നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി K. ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P. A. സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CR അറുമുഖൻ, ER രഞ്ജൻ, സുമേഷ് പാനാട്ടിൽ, CV വികാസ്, പ്രവീൺ രവീന്ദ്രൻ, അജ്മൽ ഷെരീഫ്, MM ഇക്ബാൽ, KH കബീർ, ഗീത രാമദാസ്, രവി ഉട്ടോപ്പിയ, സുവിത് കുന്തറ, PV വത്സൻ, ഉഷ ബാബു, CK ഭരതൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൽ 2 പട്ടികജാതി സംവരണ സീറ്റുകൾ നിലവിലുണ്ടായിരുന്നു. 10 വർഷം പിന്നിടുമ്പോൾ 2025 നിർദ്ദിഷ്ട ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രം ഈ സംവരണ സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്നതിന് ഉത്തരവാദിത്തം ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണസമിതിക്കും കഴിഞ്ഞ 15 വർഷമായി ഈ നാട്ടിക നിയമസഭയെ പ്രതിനിധീകരിക്കുന്ന തുടർച്ചയായി 10 വർഷം ഗീതാഗോപിയും തുടർന്നു വന്ന ഏകദേശം 4.5 വർഷമായി MLA ആയ CC മുകുന്ദനും അവരെല്ലാവരും പട്ടികജാതി വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികളാണ്. എന്തുകൊണ്ട് ഈ സംവരണ സീറ്റുകൾ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കേണ്ട ബാധ്യത ഈ ജനപ്രതിനിധികൾക്കുണ്ട്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PK സുകന്യ, ഗദീജ പുതിയ വീട്ടിൽ, ജിനൂബ് അബ്ദുറഹ്മാൻ, റസീന ഷാവുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, കായികം, ജെൻഡർ, ഗതാഗതം എന്നിങ്ങനെ 7 മേഖലകളിലായി കുട്ടികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് ഗ്രൂപ്പ് ചർച്ചയും തുടർന്ന് അവ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും കുട്ടികളുടെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടു. അധ്യാപകരായ TS സജീവൻ, MR രാഗേഷ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ വിവിധ ഘടക സ്ഥാപനങ്ങളുടെ മേധാവികൾ, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ കുട്ടികളുമായി സംവദിച്ചു. പഞ്ചായത്തിലെ 10ഓളം വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ച് 102 കുട്ടികളും 15 അധ്യാപകരുമാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഇനിയൊരു ഇടവേള. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. പെരിഞ്ഞനം കുറ്റിലക്കടവ് SNDP ശാഖയുടെയും പെരിഞ്ഞനം ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന ഗുരുമന്ദിരത്തിന് ശിലയിട്ടു. കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ PK രവീന്ദ്രൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KK ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു. പൊന്മാണിക്കുടം ജുമാ മസ്ജിദ് ഖത്തീബ് ഹാഫിള് അനസ് ബാഗവി, യൂണിയൻ ഡയറക്ടർ ബോർഡ് മെമ്പർ MK തിലകൻ, ജസ്റ്റിസ് MB പ്രജിത്ത്, സുവർണൻ കൊല്ലാറ, ഡോക്ടർ CS മുകുന്ദൻ, KV ശരത് ചന്ദ്രൻ, EK രമേശ്, KK അശോകൻ, MP ജ്യോതിഷ്, MB സുകുമാരൻ, ബീന സുനിൽകുമാർ, പ്രതാപൻ കാരയിൽ എന്നിവർ സംസാരിച്ചു. ഭാവികൾ അവരെ പിന്തുടരുന്ന നമ്മളെല്ലാവരും ആ ഒരു കാര്യം ഫോക്കസ് ചെയ്യണം. ഈ കാലഘട്ടത്തിൻ്റെതായ നടുവിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വലിയ തീവ്രമായ മനുഷ്യന്റെ ഹൃദയത്തെ തകർക്കുന്നതായ, മനുഷ്യ ചിഹ്നങ്ങളെ തകർക്കുന്നതായ പ്രവൃത്തികളിലൊന്നും പെടാതെ
ആ ഗുരു എന്താണോ പറഞ്ഞു തന്നത്, അവരെ പോലത്തെ നല്ല ആളുകൾ എന്താണോ പറഞ്ഞു തന്നത്, മഹാന്മാർ എന്താണോ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത്, ആ നല്ല പാത. ശിവക്ഷേത്രം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ വലിയ പറയുന്ന പേരാണ് പൊന്മാനിക്കുടം അല്ലെ? എന്താണ് പൊന്മാനിക്കുടം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വാണിഭക്കുടമാണ് പൊന്മാനിക്കുടം. വാണിഭക്കുടത്തെ സൂക്ഷിച്ച് പൊന്മാനിക്കുടമായെങ്കിൽ അതിനോട് ചേർന്ന് അടുത്തു വരുന്നു ചക്കരപ്പാടം അല്ലെ? എന്താണ് ചക്കരപ്പാടം? അന്ന് ചെത്തുന്നത് മതിലകം കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെയും നവീകരിച്ച VS അച്യുതാനന്ദൻ സ്മാരക ഹാളിന്റെയും ഉദ്ഘാടനം നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് VS രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി സുന്ദരൻ, പ്രിയ ഹരിലാൽ, MK പ്രേമാനന്ദൻ, വാർഡ് മെമ്പർ അരുൺ ലാൽ, പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സംഗീത, മറ്റു ജനപ്രതിനിധികൾ, ആശുപത്രി വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ചും ഈ തീരദേശത്തുള്ള ആളുകൾക്കൊക്കെ എത്രമാത്രം ആശ്വാസമാകുമെന്നുള്ളത് നമുക്ക് അറിയാം. പുതിയ പുതിയ രോഗങ്ങൾ വരുമ്പോഴും പെട്ടെന്ന് അസുഖം ഉണ്ടാകുമ്പോഴും ഒക്കെ നമുക്ക് വളരെ വേഗത്തിൽ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ആശുപത്രിയായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, എനിക്കിതിൽ ഒരു 3-4 കൊല്ലം ഡോക്ടർ അല്ലേ, അദ്ദേഹം ഒരു പ്രത്യേക കാര്യം ചെയ്ത് സംബന്ധിച്ചത് വലിയ വൈറൽ ആയിട്ട് വന്ന സംഭവം ഞാൻ ഓർക്കാറുണ്ട്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 2025-26 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറിയിലേക്ക് AC, ലാപ്ടോപ്പ്, പ്രിന്റർ, സ്കാനർ, ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ എന്നിവ വിതരണം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷയായി. ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സ്ഥാപനങ്ങളെ ഹെൽത്ത് സംവിധാനത്തിലേക്ക് എത്തിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ, വാർഡ് മെമ്പർ വിനയ് പ്രസാദ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VK സുമയ്യ, ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ VC, മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ PV സുനീഷ് എന്നിവർ സംസാരിച്ചു. അലോപ്പതി നിങ്ങൾക്കറിയാം, തൊട്ട് ഒരു 350-400 മീറ്റർ അപ്പുറമാണ് നമ്മുടെ വലിയ ആശുപത്രികൾ. അതായത് ഇംഗ്ലീഷ് മരുന്ന് നൽകുന്ന, ചികിത്സ നൽകുന്ന ആശുപത്രി. ഇവിടെയാണെങ്കിൽ ഹോമിയോ ഉണ്ട്, ആയുർവേദമുണ്ട്. ഏകദേശം ഒരു അമ്മപറ്റ മക്കളെ പോലെയാണ് ചികിത്സയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്കെല്ലാവർക്കും രോഗം വരുന്നത് ഒരു മരുന്ന് കൂടുതൽ കഴിച്ചാൽ മറ്റൊരു രോഗം വന്നിരിക്കും എന്നുള്ളതാണ് അല്ലേ? എന്ന് പറയുന്നത് പോലെ മരുന്നുകൾ അധികം കഴിക്കുന്ന നല്ലതല്ല. പാർശ്വഫലങ്ങൾ കൂടുതലുണ്ട് പല മരുന്നുകളും. പക്ഷെ ഇത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആയുർവേദത്തിലാണെങ്കിലും ഹോമിയോയിലാണെങ്കിലും ആളുകൾ ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ ചികിത്സാ സംവിധാനത്തിലേക്ക് മാറിയിട്ടുള്ളത്. നവഭാവം ചാഴൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം C അച്യുതമേനോൻ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. സമാപന ചടങ്ങ് മുൻ വൈസ് പ്രസിഡന്റ് PK ഓമന ഉദ്ഘാടനം ചെയ്തു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും പ്രോത്സാഹനവും നൽകി. മെമ്പർമാരായ പുഷ്പ, രമ്യ ഗോപിനാഥൻ, ശ്രീരാഗ്, നിത KM എന്നിവർ സംസാരിച്ചു. വിവിധ പരിപാടികളിൽ പങ്കെടുത്തുള്ളവരാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ സമ്മാനം വാങ്ങാൻ ഉള്ള ഒരു താല്പര്യത്തോടെ ഇരിക്കുകയാണ്. ഇനി എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ഭരണസമിതിയുടെ കൂടി കാലാവധി കഴിയുകയാണ്. ഇനി ഒരു കുറച്ച് ദിവസം കൂടിയുള്ളൂ. ഇനി അടുത്ത തവണ നിങ്ങളുടെ ഈ മത്സരം നടത്തുന്നത് പുതിയ ഭരണസമിതി ഉള്ള സമയത്തായിരിക്കും. എന്തായാലും തുടർന്നും ഇതുപോലെയുള്ള നമ്മുടെ ഭിന്നശേഷിക്കാർക്കുള്ള
കലോത്സവം ഒക്കെ തന്നെ എല്ലാ വർഷവും നടക്കുന്നത്. അപ്പം ഞങ്ങൾ പോയതുകൊണ്ട് ഇത് അവസാനിക്കുന്നതല്ല. എന്തായാലും നമ്മുടെ കുട്ടികളുടെ ഒരു മെച്ചപ്പെട്ട അവസ്ഥയുണ്ട്, മാനസികമായ മെച്ചപ്പെട്ട അവസ്ഥ, വളരെ സന്തോഷകരമായ ചില അനുഭവങ്ങളാണ് അവർക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതി പ്രകാരം വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷനായി. ജനപ്രതിനിധികളായ EP അജയഘോഷ്, VK മണിലാൽ, KK പ്രഹർഷൻ, അജ്മൽ ഷെരീഫ്, അനിത ത്രിദീപ് കുമാർ, ഷൈൻ നെടിയിരിപ്പിൽ, ICDS സൂപ്പർവൈസർ ജസീറ ഹമീദ് എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുറ്റവിചാരണ യാത്ര നടത്തി. 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടും കാര്യസ്ഥതയ്ക്കെതിരെയും തകർന്നു കിടക്കുന്ന റോഡുകൾ, പൊതു ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ, സ്വന്തമായി പഞ്ചായത്തിന് ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ കഴിയാത്തത് തുടങ്ങി നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു യാത്ര. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സുൽഫിക്കറിന് പതാക കൈമാറിക്കൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PA ഷൗക്കത്തലി മുഖ്യാതിഥിയായി. നേതാക്കളായ സുനിൽ ലാലൂർ, ഗഫൂർ തളിക്കുളം, ഹിറോഷ് ത്രിവേണി, CV ഗിരി, രമേശ് ഐനിക്കാട്ട്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ലിൻഡ സുഭാഷ് ചന്ദ്രൻ, AM മെഹബൂബ്, സുമന ജോഷി, ജീജ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ എന്നിവർ സംസാരിച്ചു. 25ഓളം കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം തളിക്കുളം സെന്ററിലെ സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അനിൽ അക്കരെ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് KGM സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും PTA-യുടെയും നേതൃത്വത്തിൽ കരിക്കൊടി കയർ സഹകരണ സംഘം സന്ദർശിച്ചു. വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിജ്ഞാനം നൽകുന്നതിനും വ്യാവസായിക ബോധം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു സന്ദർശനം. വിദ്യാർത്ഥികളെ സംഘം പ്രസിഡന്റും സെക്രട്ടറിയും സ്വാഗതം ചെയ്തു. ചകിരിയിൽ നിന്ന് തുടങ്ങി കയർ നിർമ്മാണത്തിനുള്ള യന്ത്രങ്ങളുടെ പ്രവർത്തനം വരെ മുഴുവൻ പ്രക്രിയയും വിശദീകരിച്ചു കാണിച്ചു. കയർ സംഘം സന്ദർശനം വിദ്യാർത്ഥികൾക്ക് പുതിയ അറിവുകളും വ്യാവസായിക മേഖലകളെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാനും സാധിച്ചതായും പ്രധാന അധ്യാപകൻ പറഞ്ഞു. പ്രധാന അധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, കോർഡിനേറ്റർ ലിനി NG, അധ്യാപകരായ രോഷ്നി K ആന്റണി, ജോസഫ്, നബീല റഹ്മ K, PTA വൈസ് പ്രസിഡന്റ് അജീഷ അൻവർ, MPTA പ്രസിഡന്റ് സൗമ്യ എന്നിവർ നേതൃത്വം നൽകി. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ VHSE സ്കൂളിൽ ടാലന്റിയ 2025 സംഘടിപ്പിച്ചു. വൊക്കേഷണൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഓരോ അധ്യയന വർഷവും നടത്തിവരുന്ന സ്കൂൾ തല സ്കിൽ ഡേയാണ് ഈ വർഷം ടാലന്റിയ 2025 എന്ന പേരിൽ നടത്തിയത്. പ്രധാന അധ്യാപിക നിഷ ഉദ്ഘാടനം ചെയ്തു. KV റോഷ്നി, ഷീന പോൾ, അബിത, വിമജ EV എന്നിവർ സംസാരിച്ചു. വൊക്കേഷണൽ വിഷയങ്ങളുടെ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിവിധ നിർമ്മിതികൾ, മാതൃകകൾ, ചാർട്ട് വർക്ക്, വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽ എന്നിവ ഒരുക്കിയിരുന്നു. കൂടാതെ വിദ്യാർത്ഥികളുടെ നൈപുണ്യവും സർഗാത്മക കഴിവുകളും പ്രകടമാക്കത്തക്ക വിധം വിവിധയിന കരകൗശല വസ്തുക്കളുടെയും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള മികവുറ്റ നിർമ്മിതികളുടെ പ്രദർശനവും വിൽപ്പനയും ഒപ്പം തന്നെ വിനോദ മത്സരങ്ങളും ഭക്ഷ്യമേളയും പരിപാടിയെ ആകർഷണീയമാക്കി. സ്കൂൾ പ്രിൻസിപ്പാൾ സുരേഷ് കുമാർ നേതൃത്വം നൽകി.
വാടാനപ്പള്ളി നടുവിൽക്കര രായം മരക്കാർ വീട്ടിൽ ജമാലുദ്ദീൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഭാര്യ ജുമൈല, മക്കൾ ജംഷാദ്, ജുനൈദ്, മരുമകൾ നസ്രിയ. പ്രധാന വാർത്തകൾ വീണ്ടും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് നടത്തി. വീണ്ടെടുപ്പ് സാഹിത്യ കൂട്ടായ്മ ബാലചന്ദ്രൻ വടക്കേടത്ത് സ്മൃതി സാഹിത്യ പുരസ്കാര വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. പട്ടികജാതി സംവരണ സീറ്റുകൾ നിഷേധിച്ചതിനെതിരെ വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ യോഗം നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.